ഒരു പുതിയ ഹിയറിംഗ് എയ്ഡ് മേടിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു പൈസ ചിലവുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇടുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് അത് വൃത്തിയായിരിക്കോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയോ? വളരെ സിമ്പിളാണ്. ഒരു പേനയും പേപ്പറും എടുക്കുക, 4 കോളങ്ങൾ വരയ്ക്കാം. ഓക്കെ, ആദ്യത്തെ കോളത്തിനകത്ത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളിപ്പോൾ ഒരു പുതിയ ഹിയറിംഗ് എയ്ഡ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി വയ്ക്കാം. ചില ആൾക്ക് പൈസ ചിലവാവില്ല, അതൊരു ബെനിഫിറ്റ് ആയിരിക്കാം. രണ്ടാമത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഒക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ആളുകൾ എന്നെ കളിയാക്കും, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, അതൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും, അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എഴുതി വയ്ക്കാം. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു പുതിയ ഹിയറിംഗ് എയ്ഡ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വയ്ക്കാം. അവിടെ ഇപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ അവർക്ക് അതൊരു ദേഷ്യമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറേണ്ടി വരുന്നു, അതൊരു ഡീമെറിറ്റ് ആയിരിക്കാം. ഇപ്പോൾ മക്കൾ പുറത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല, അതൊരു ഡീമെറിറ്റ് ആയിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഒരു പുതിയ ഹിയറിംഗ് എയ്ഡ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കാം അത് തൊട്ട് താഴത്തെ ഒരു കോളത്തിൽ എഴുതി വയ്ക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരു സോഷ്യൽ ഗ്യാതറിങ്സിലൊക്കെ എനിക്ക് കുഴപ്പമില്ലാണ്ട് ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റും, മാറി നിൽക്കേണ്ടി വരത്തില്ല, മക്കളൊക്കെ പുറമേ നിന്ന് വിളിച്ചാലും എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഒരു പുതിയ ഹിയറിംഗ് എയ്ഡ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടവും എഴുതി വയ്ക്കുക. നഷ്ടം ഇൻ ദ സെൻസ് ഫിനാൻഷ്യൽ, എത്ര രൂപയായിരിക്കും അതിന് കോസ്റ്റ് ആകുന്നത്, ആ ഒരു കാര്യം അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ കാര്യങ്ങളെല്ലാം ഈ 4 കോളങ്ങളും ഇരുന്ന് നോക്കി ഒന്ന് ആലോചിക്കുക. ഇത് കറക്റ്റ് ഒരു ഹിന്റ് കിട്ടും. ഓക്കെ, ഞാൻ ഈ പൈസ ചിലവാക്കുന്നത് എനിക്ക് വൃത്തിയായിരിക്കോ, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിലവാക്കുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് അത് വൃത്തിയായിരിക്കോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ട്രൈ ചെയ്ത് നോക്കുക. സോ യെസ്.